ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ജിജിസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് വിങ്ക പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. വിങ്ക പ്ലാന്റ് നടുന്ന രീതി, അതുപോലെ തന്നെ നമുക്ക് ഈ വിങ്ക പ്ലാന്റിന് പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. എന്നാൽ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടിയാണ് വിങ്ക പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ നിത്യ കല്യാണി എന്ന് ഈ പ്ലാന്റിനെ പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചീഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ കഴിയും മഴക്കാല സീസണിൽ. അപ്പോൾ അതിലൊന്നാമത്തെന്ന് പറയുന്നത് നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന ചെടിച്ചട്ടി, അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടിയുടെ വേര് ചീഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല സോയിൽ ഡ്രൈനേജ് ഉള്ള മണ്ണോ അല്ലെങ്കിൽ പോട്ടോ യൂസ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറയുന്നത് മഴക്കാല സീസണിൽ നിങ്ങൾ വെള്ളം നനയ്ക്കുന്നത് കുറയ്ക്കാം. ഓൾറെഡി മഴക്കാലത്ത് വെള്ളമെല്ലാം നനഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കാന്നുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെയിനി സീസണിൽ നമ്മളുടെ പ്ലാന്റ് പെട്ടെന്ന് കേട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തണലുള്ള ഭാഗത്തോട്ടോ അല്ലെങ്കിൽ അധികം മഴ കിട്ടാത്തോട്ടോ മാറ്റി വയ്ക്കുക ചെടിയെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മഴക്കാല സീസണിൽ പെസ്റ്റുകൾ വരാനുള്ള, കീടങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മഴക്കാല സീസണിൽ പെസ്റ്റിനെ കൂടുതൽ അട്രാക്റ്റീവ്, ഫ്ലവറി, അതിൻ്റെ സ്മെല്ലൊക്കെ കാരണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിരന്തരമായിട്ട് ആ പ്ലാന്റിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പെസ്റ്റ് പ്ലാന്റിനെ ഫുള്ള് കേടുവരുത്തി പോവും. അഞ്ചാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എയർ സർക്കുലേഷൻ കൂട്ടിക്കൊടുക്കുക. ഈ എയർ സർക്കുലേഷൻ മഴക്കാലത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ, ഫംഗൽ ഡിസീസുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എയർ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണ് എയർ സർക്കുലേഷൻ കൂട്ടിക്കൊടുക്കുക? ഒന്നാമത്തെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ നല്ല ഡ്രൈനേജ് ഉള്ള പോട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിർത്തുന്നത് ഒഴിവാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെടി നടുന്നതിന് താഴെ ചെറിയ കല്ലുകളോ ചകിരിത്തൊണ്ടോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് വെള്ളം കെട്ടി നിർത്താതെ അധികമുള്ള വെള്ളം വാർന്നു പോകുന്നതിന് സഹായിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ പെർലൈറ്റ്, അതുപോലെ തന്നെ സാൻഡ് എന്ന് പറഞ്ഞാൽ മണൽ, വെർമിക്കുലേറ്റ് എല്ലാം യൂസ് ചെയ്യുന്നത് മണ്ണിൻ്റെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ വാട്ടറിങ് ഒഴിവാക്കാം. മഴക്കാലത്ത് ഓൾറെഡി മോയ്സ്ചറായി കിടക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് നനയ്ക്കുന്നത് ഒഴിവാക്കാം. അഞ്ചാമത്തെ കാര്യം, നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടിംഗ് മിക്സ് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് എയർ സർക്കുലേഷൻ കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ആദ്യം പറഞ്ഞ നമ്മൾ നന്നായി ചെടിച്ചട്ടിയിലെ വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്, അതുപോലെ തന്നെ വേര് ചീഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടി ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ചെടികൾ ഒരുമിച്ച് കൂട്ടമായി വെക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ ഓവർ ക്രൗഡിങ് ആയിട്ട്, അതായത് തിരക്കി ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എയർ അല്ലെങ്കിൽ വായു സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്യാപ്പ് വിട്ട് ചെടികളൊക്കെ വെക്കുക. പിന്നെ പ്രൂണെന്ന് പറയുന്നത് നമ്മുടെ ഓവറായിട്ടുള്ള ബ്രാഞ്ചസ്, ശിഖരങ്ങളൊക്കെ വെട്ടി ഒന്ന് വൃത്തിയായി വെക്കുക. നമ്മൾ ചെടിയെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം ഫാന് വെക്കുക എന്നുള്ളതാണ്. ഫാന് വെക്കുന്നത് ഒരു ജെന്റിലായിട്ട്, ഒരു ഇളം കാറ്റ് ഫാനെന്ന് പറയുന്നത് നമുക്ക് കാറ്റ് മതി, ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും പറയാണ്, നമ്മൾ ഫാന് വെക്കുന്നതിലൂടെ ചെടിക്ക് ചെറുതായിട്ട് ഇളം കാറ്റ് കിട്ടുന്നതിലൂടെ നമുക്ക് നന്നായിട്ട് ഡ്രൈനേജ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിൻഡോസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പുറത്തോ ജനലിൻ്റെ അരികിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെടികൾ പ്ലാന്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാറ്റ് വെളിച്ചെല്ലാം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൾച്ചിങ് ചെയ്യുക. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഴക്കാല സീസണിൽ
ചെടിയുടെ സ്റ്റെമ്മിൻ്റെ താഴെ കൊണ്ട് തന്നെ പുതയിടലൊന്നും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ മോയ്സ്ചർ കൂടും. മോയ്സ്ചർ കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ നനവിങ്ങനെ അവിടെ തന്നെ ഇരുന്നാൽ നിങ്ങളുടെ പ്ലാന്റ് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത്രയൊക്കെയാണ് മഴക്കാല സീസണിൽ നിങ്ങൾ നിങ്ങളുടെ ചെടിയെ ചീഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചപ്പോൾ നനച്ചു കൊടുത്ത വെള്ളം എന്ന് പറയുന്നത് ഫിഷ് ടാങ്കിലെ വെള്ളമാണ്. മീനിനെ വളർത്തുന്ന ടാങ്കിലെ വെള്ളം. ആ വെള്ളം എന്ന് പറയുന്നത് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കൊണ്ട് റിച്ചാണ്. അതുപോലെ തന്നെ അതിൽ മീനുകൾ കഴിക്കാതെ വെച്ച ഫുഡൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ലീഫിനെ നന്നായി വളർത്തി കൊണ്ടുവരാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോയിൽ, നമ്മുടെ മണ്ണിൽ നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ വളർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.